ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡോറിന്റെ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ്. അതായത് മാറ്റിന്റെ സ്റ്റിക്കർ. നമ്മളിപ്പോൾ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രശ്നമൊന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും പരസ്പരം കാണാൻ സാധിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ഡേ നൈറ്റ് ഗ്ലാസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ പകൽ സമയങ്ങളിൽ പുറത്തുള്ളവർക്ക് അകത്തുള്ളത് കാണാൻ പറ്റത്തില്ല, പക്ഷെ രാത്രി സമയങ്ങളിൽ പുറത്തുള്ളവർക്കും അകത്തുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡേ നൈറ്റ് നമ്മളത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ആണ് ഈ ഡോറിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് സ്റ്റിക്കർ, മാറ്റിന്റെ സ്റ്റിക്കറാണ് നമ്മൾ ഇതിൽ ഒട്ടിക്കാൻ പോകുന്നത്. അതൊരു ഡിസൈൻ വരുന്ന ഒരു സ്റ്റിക്കറാണ്. ഇതിൽ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇത് കേട്ടോ, ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ആ മാറ്റിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഗ്ലാസ്സുകളിൽ നമ്മളിതിൽ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും, അകത്തുള്ള വ്യൂ കംപ്ലീറ്റ് തന്നെ നമുക്ക് വീട്ടിനകത്തുള്ള കംപ്ലീറ്റ് കാണാൻ പറ്റും. അത് രാത്രിയും ശരി പകലും ശരി രണ്ട് സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത്. ഇതൊരു ഡിസൈനായിട്ട് വരുന്ന ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ഒട്ടിക്കാൻ പോണ്. ഓക്കെ, ഒരു 30 രൂപ, 35 രൂപ, 40 രൂപ ഓരോ ഡിസൈൻ അനുസരിച്ചും ഓരോ റേറ്റ് ആയിരിക്കും. ഏതായാലും 30 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് ആണ് കേട്ടോ. 30 രൂപ എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ ഞാനിപ്പോൾ ഓരോ ഗ്ലാസിന്റെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോർ അല്ലാതെ നമ്മൾ ഒരു ഏരിയയിൽ ഒടിച്ചിട്ടുണ്ട്, പെർഗോളയിൽ ഒടിച്ചിട്ടുണ്ട്. ഇത് ആ സ്റ്റിക്കർ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ പെർഗോളയിലെല്ലാം ഒടിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാലൻസ് വന്ന സാധനമാണ് നമ്മൾ ഈ ഡോറിൽ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോ ഒട്ടിക്കാൻ പോകുന്നത് ഇതിന്റെ കറക്റ്റ് സൈസിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇതുപോലത്തെ സോപ്പ് വെള്ളം അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീനർ, ഈ ഷാമ്പു ഉപയോഗിച്ച വെള്ളം, അങ്ങനെ എന്തെങ്കിലും പതയുന്ന ഒരു ഐറ്റം നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ഉദ്ദേശം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഗമ്മാണ്. അപ്പൊ ഇത് നമ്മളൊരു പേപ്പർ അതിനകത്ത് നിന്ന് ഒരു ലെയർ അഴിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഗമ്മ് നമ്മൾ ഈ സ്പ്രേ ചെയ്യാതെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു വൈപ്പർ, ഇത് ഒരു 20 രൂപയുള്ളൂ ഇതിന്റെ വില. ഇത് നമ്മൾ വലിയ ഏരിയയിലൊക്കെ ഒട്ടിക്കാനായിട്ട് ഇതിന്റെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈപ്പറും കൂടി മേടിക്കാൻ കാരണം. ഇതും കൂടി വാങ്ങിച്ചു വയ്ക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മള് ഇതിപ്പോ അകത്തുള്ള വ്യൂ ആണ്. നേരത്തെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അകത്തുള്ളതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സ്റ്റിക്കറിന്റെ ആ ഡിസൈൻ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഇതൊരു മാറ്റിന്റെ സ്റ്റിക്കറാണ്. മാറ്റിൽ തന്നെ ഒരു ഡിസൈൻ വരുന്ന ഒരു സ്റ്റിക്കറാണ്. അതാണ് നമുക്ക് അകത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. ലൈറ്റ് ഓൺ ആയെങ്കിൽ പോലും കാണാൻ പറ്റത്തില്ല. പക്ഷെ നേരത്തെ കൂളിംഗ് ഗ്ലാസ് മാത്രമായതുകൊണ്ട് നമുക്ക് പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ നൈറ്റ് ആണെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്കെല്ലാം അകത്തുള്ളത് കാണാൻ പറ്റുമായിരുന്നു. Okay, thank you.